ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സിഗ്മ മെയിലിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിഗ്മ മെയിലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്കൊന്നും ഒരു ഡ്രീം എപ്പോഴും ഉണ്ടായിരിക്കും. അതിൻ്റെ പിറകെ ഓടാൻ തയ്യാറായിരിക്കുന്നവരായിരിക്കും. ചുമ്മാ ഒരിടത്ത് കൂത്തിയിരുന്ന് ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാൻ അങ്ങനത്തുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. എത്ര കഷ്ടപ്പാടായിരുന്നാലും ശരി, എത്ര ബുദ്ധിമുട്ടിയാലും ശരി, അവരുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകാനും അത് നേടിയെടുക്കാനും ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളവരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നവർ. അവർ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും ഇല്ല. അവരുടെ ആഗ്രഹത്തിനും പിറകെ മാത്രമേ പോകത്തുള്ളൂ. അത് എങ്ങനെയും നേടിയെടുക്കാൻ വേണ്ടി രാവും പകലും ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന കൂട്ടരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ആരും അവരെ അപമാനിക്കാൻ അങ്ങനത്തെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കത്തില്ല. അങ്ങനെ അവർ ആരെങ്കിലും ഒരു ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരുമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചത് കേട്ടുകൊണ്ടിരിക്കുക, അവരുടെ കൂടെ പിന്നെ ഫ്രണ്ട്ഷിപ്പ് വെക്കുക, അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. സിഗ്മ മെയിലുണ്ടെങ്കിൽ അവർക്കൊന്നും ഒരു എപ്പോഴും റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അത് ആരെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ അടുത്ത് പിന്നെ സംസാരിക്കുക അല്ലെങ്കിൽ അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോവുകയും ചെയ്യത്തില്ല. അവർ ഭയങ്കരമായിട്ട് സെൽഫ് റെസ്പെക്റ്റിനെ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നവരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നവർ. അടുത്തതെന്ന് പറഞ്ഞാൽ സിഗ്മ മെയിലുണ്ടെങ്കിൽ ഭയങ്കര ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും. ബാക്കിയുള്ളവർ എന്ത് പറയുന്ന അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതിരുന്ന് കേൾക്കുന്നതായിരിക്കും. ചുമ്മാ അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ നിൽക്കാതെ അവരുടെ പ്രശ്നങ്ങൾ എന്തോന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പറയാനുള്ളതെന്ന് നല്ലോണം കേട്ട് അതിൽ നിന്ന് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നത് അത് മാത്രമേ പറയാൻ നിൽക്കത്തുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുക അല്ലെങ്കിൽ അവർ പറയാൻ സമ്മതിക്കാതിരിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്തില്ല. ഇവർ ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് ലിസൺ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലിസൺ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. അല്ലാതെ ചുമ്മാ പെട്ടെന്ന് കാണുന്ന വെച്ചൊന്നും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യത്തില്ല. ബാക്കിയുള്ളവരെ നല്ലോണം ലിസൺ ചെയ്യുന്നവരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. ഈ ക്യാരക്ടറാണ് ബാക്കിയുള്ളവരിൽ നിന്ന് സിഗ്മ മെയിലിനെ കുറച്ചും കൂടെ വ്യത്യാസമാക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ സിഗ്മ മെയിലിന് ഭയങ്കരമായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അവർ തന്നെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കും. അത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ. ചിലപ്പോൾ അവർക്ക് ബാക്കിയുള്ളവർക്ക് തോന്നും നമുക്ക് ഇങ്ങനെ ജീവിക്കുന്ന എന്ത് കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ സിഗ്മ മെയിലിന് അങ്ങനെ എത്ര കഷ്ടപ്പെട്ട സമയമായിരുന്നാൽ പോലും അവരുണ്ടെങ്കിൽ എപ്പോഴും അവർ തന്നെ വിശ്വസിക്കുക അവർക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഇത് കഴിയുന്നവർ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. ആ സമയത്ത് അത് വർക്കായില്ലെങ്കിൽ പോലും പക്ഷേ അവർക്ക് അവരോട് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഈ വട്ടം അല്ലെങ്കിൽ അടുത്തോട്ട് ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ളവരിൽ നിന്ന് അവരെ ഭയങ്കരമായിട്ട് വ്യത്യസ്തരാക്കുകയും ബാക്കിയുള്ളവർക്ക് അവരോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നിക്കാനുള്ളതും ഭയങ്കര കോൺഫിഡൻസ് ലെവലുള്ളവരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നവർ. അടുത്തെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയുള്ളവരായിരിക്കത്തില്ല. അവർക്ക് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അവർ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏത് റിസ്ക് എടുക്കാനും ഏത് കഷ്ടപ്പെടാനും വേണ്ടി ഭയങ്കരമായിട്ട് തയ്യാറുള്ളവരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. അങ്ങനെ റിസ്ക് എടുക്കുന്നവർ മാത്രമേ ജയിക്കാറുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. അത് ഇവരുടെ കാര്യത്തിൽ ശരിയാണ്. ഇവർ ഏത് റിസ്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ജയിക്കാൻ വേണ്ടി എടുക്കുന്നവരായിരിക്കും. അവരെടുക്കുന്ന റിസ്ക് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് തന്നെ ഒരു മോട്ടിവേഷൻ തോന്നുന്നതായിരിക്കും. സോ അങ്ങനെ ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരും അതോടെ തന്നെ അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു കാറ്റഗറി ആൾക്കാരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നവർ. അടുത്തെന്ന് പറഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതോ പെരുമാറുന്നതോ അവരുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവരുടെ പണം ഒന്നും ആയിരിക്കത്തില്ല. ഇവർക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കുറച്ച് ഫ്രണ്ട് സർക്കിൾസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അത് ഭയങ്കരമായിട്ട് പണക്കാരാവണം അങ്ങനത്തുള്ള രീതിയിലൊന്നുമില്ല. ഇവരുടെ ക്യാരക്ടറുമായിട്ട് ഒത്തുചേർന്ന് കഴിയുന്ന ആൾക്കാരായിരിക്കണം. അത് സാധാരണക്കാരുടെ അടുത്ത് ഭയങ്കരമായിട്ട് അവർ നോർമലായിട്ട് സംസാരിക്കും, അവരായിട്ട് ഭയങ്കരമായിട്ട് ബഹുമാനിക്കും. അല്ലാതെ ഈ സ്റ്റാറ്റസ് ഉള്ളവരെ മാത്രമേ ബഹുമാനിക്കൂ, ബാക്കിയുള്ളവരെ വേറെ രീതിയിൽ അങ്ങനത്തുള്ള ഒരു ക്യാരക്ടറല്ല സിഗ്മ മെയിലിൻ്റേത്. അവർ എല്ലാവരോടും ഒരേപോലെ തന്നെ ആയിരിക്കും. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് ചെയ്താലും ശരി അത് തുറന്ന് പറയുന്നവരായിരിക്കും. അതോടെ തന്നെ എല്ലാവരോടും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളവരായിരിക്കും അവരെന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നവരായിരിക്കും. അവരെ കൊണ്ട് പറ്റില്ലെന്ന് അവർക്ക് തോന്നിയാൽ പോലും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ക്യാരക്ടറുള്ളവരാണ് സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു 100% കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കത്തില്ല. അവർ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ളവർ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യാൻ വിടുന്നവരായിരിക്കത്തില്ല. അവർ ഏത് കാര്യം ചെയ്താലും അത് സത്യസന്ധമായി 100% നീതി പുലർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അവർ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ചിലർക്ക് അവർ ഭയങ്കര അഹങ്കാരികളാണ് അല്ലെങ്കിൽ അവർ കൊള്ളത്തില്ല അങ്ങനത്തെയൊക്കെ തോന്നിക്കഴിഞ്ഞു. പക്ഷേ ഇവർ സത്യസന്ധമായിട്ട് എല്ലായിടത്തും
ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. അതോടെ തന്നെ അവർക്ക് എന്ത് തോന്നിയാലും അത് തുറന്ന് നേരിട്ട് തന്നെ അവരോട് പറയുന്നതായിരിക്കും. ബാക്കിയുള്ളവരുടെ അടുത്ത് ചെന്ന് അവരുടെ കുറ്റം പറയും അങ്ങനെയൊന്നും ചെയ്യുകയൊന്നുമില്ല. ഇവർക്ക് എന്ത് തോന്നിയാലും ശരി, അത് ആരെ പറ്റി എങ്ങനെ ഇവരുടെ ക്യാരക്ടർ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് ഈ ചെയ്യുന്നത് ശരിയല്ല, ശരിയാണ്, എല്ലാ കാര്യങ്ങളും അവർ മുഖത്ത് നോക്കി സ്ട്രേറ്റ് ഫോർവേഡായിട്ട് തന്നെ പറയുന്നതായിരിക്കും. ബാക്കിയുള്ളവരുടെ പിറകിൽ നിന്ന് കളിക്കുക അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് കൊള്ളത്തില്ലെന്ന് ബാക്കിയുള്ളവർക്ക് ഇന്ന് കമൻറ്റ് പറയുക അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യത്തില്ല. ഏത് കാര്യമായിരുന്നാലും ശരി ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ളവരായിരിക്കും സിഗ്മ മെയിൽസ് എന്ന് പറയുന്നവർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. താങ്ക് യു.